നമസ്കാരം, മഞ്ജുഷയാണ്. ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട്, ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട്, ഡെയിലി ഓരോ നല്ല നല്ല ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ച ഒരു നമ്മളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ 21 ഡേ ചാലഞ്ചിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ വളരെ ശക്തമായി എന്നോടൊപ്പമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനീ പറയുന്നതൊക്കെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. സാരമില്ല, ഇത് എല്ലാവർക്കും ഉള്ളതല്ല. ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് അത്ര തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കിട്ടുന്നിടത്തു നിന്നെല്ലാം അറിവുകൾ ശേഖരിച്ച് വെക്കുകയും അത് പടിപടിയായി ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന, ജീവിതത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു പവർഫുൾ ട്രൈബിന് മാത്രമുള്ളതാണിത്. ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിടത്ത് ഒറ്റയ്ക്കായി പോകുമ്പോഴാണ്, എന്തെങ്കിലും ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോഴാണ് തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവുണ്ടാവുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിച്ച് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് 24 മണിക്കൂറും അവർക്ക് വേണ്ടി ജീവിച്ച് ഒടുവിൽ തനിക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ടി വരുമ്പോൾ ആയിരിക്കും മനസ്സ് തുറന്നൊന്ന് മിണ്ടാനോ കെട്ടിപ്പിടിച്ചൊന്ന് കരയാനോ പോലും ആരുമില്ലെന്ന് മനസ്സിലാവുക. ഈ ഒരു ഫേസ് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. കുറച്ചല്ല, കുറച്ചധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ വെച്ച് എല്ലാവരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലർക്കത് സ്വയം ഓവർകം ചെയ്യാൻ സാധിക്കും. മറ്റു ചിലർക്ക് ഒരു കൗൺസിലറിൻ്റെയോ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ ഈ ഫേസിൽ നിന്ന് പുറത്തു കിടക്കും. കാരണം ഈ ലോകത്തങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ഒന്നും തന്നെയില്ല. ഇതും കടന്നു പോവും. വൺസ് അതിൽ നിന്ന് പുറത്ത് കടന്നാലുണ്ടല്ലോ, പിന്നെ നമ്മൾ മറ്റൊരാളാണ്. പിന്നെ അങ്ങോട്ട് ജീവിതം അടിപൊളിയാണ്. മറ്റാരെക്കാളും കൂടുതലായി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കും. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ പിന്നെ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കില്ല. ആർക്കൊക്കെയോ വേണ്ടി ശ്വാസം മുട്ടി ജീവിക്കാതെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കും. ഇഷ്ടമുള്ള ഉടുപ്പുകളിടും. എങ്ങോട്ടേലും ചുമ്മാ ഒരു യാത്ര പോകണമെന്ന് തോന്നിയാൽ ആരോടും മിണ്ടാതെ ഒറ്റ പോക്കങ്ങ് പോവും. എല്ലാവർക്കും വേണ്ടി എപ്പോഴും അവൈലബിൾ ആവാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കും. നമ്മളെക്കുറിച്ച് ആരെന്ത് ചിന്തിച്ചാലും നമുക്കൊരു കുന്തവും ഇല്ല എന്ന ശക്തമായ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്. ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ന വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താനുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു പോയിന്റിലെത്തിയവർക്കേ ഞാൻ ഈ പറയുന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ. അതുവരെ നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈ സമയം കൃത്യമായി ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവുക, അതിനാണ് നാം ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ഈ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഈ ജീവിതം എന്ന ഈ സിനിമാ കഥയുണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ട്രാജിക്കായ പഴയ തിരക്കഥ നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ നമ്മൾ തന്നെയാണ്. നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല കഥയായിരിക്കണം നമ്മുടേത്. ഒട്ടും മടുക്കാതെ നമുക്ക് തന്നെ ഒരു 100 വട്ടം കണ്ട് അഭിമാനത്തോടെ കൈയടിക്കാൻ തോന്നുന്ന ഒരു കഥ. എന്നാൽ പിന്നെ ആ കഥ ഇന്നു മുതൽ നമുക്കങ്ങ് എഴുതി തുടങ്ങിയാലോ? ജേർണലിംഗ് എന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ശീലം നേരത്തെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതിനി പ്രത്യേകിച്ചൊരു സമയമൊന്നും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പുസ്തകമോ ഡയറിയോ എടുക്കുക. മനസ്സിൽ വരുന്നത് അതുപോലെ എഴുതുക. അതിന് പ്രത്യേകിച്ചൊരു ഫോർമാറ്റോ കണക്കോ ഒന്നുമില്ല. ഉള്ളു തുറന്ന് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കും പോലെ അങ്ങ് എഴുതി തുടങ്ങാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വെറും 1 മിനിറ്റ് സമയം ജേർണലിങ്ങിനായി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ ഡീറ്റോക്സ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കാനും അതിനൊരു ക്ലാരിറ്റി നൽകാനും ജേർണലിംഗ് നമ്മളെ സഹായിക്കും. അത് നമ്മളെ കൂടുതൽ ഫോക്കസ്ഡ് ആക്കുകയും ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. എങ്ങനെ ജേർണലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന 100,000 വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അത് ഓരോന്നായി കണ്ടു തീർത്ത് ജേർണലിങ്ങിനെ കുറിച്ച് ശാസ്ത്രീയമായൊരു പഠനമൊക്കെ നടത്തി വെറുതെ സമയം കളയാതെ നിങ്ങളുടെ സ്റ്റൈലിൽ എഴുതി തുടങ്ങാം.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെയുള്ളതാണ്? ആ ജീവിതത്തിലേക്ക് എത്താൻ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതായിരുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ മൊമെൻ്റ് ഏതായിരുന്നു? നാളത്തെ ദിവസം എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വഴിക്കണക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ? കുഴപ്പം പിടിച്ചൊരു ചോദ്യത്തെ മുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വഴി എഴുതിയില്ലേ? അങ്ങനെ വഴി എഴുതിയല്ലേ ഉത്തരത്തിലേക്ക് എത്താൻ ഹരിക്കാണോ ഗുണിക്കാണോ കുറയ്ക്കാണോ ഇനി കൂട്ടാണോ വേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. ഇങ്ങനെ വഴി എഴുതി വെക്കുന്നൊരു പ്രോബ്ലം നമ്മൾ പകുതി സോൾവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ കണ്ടെത്തുന്ന വഴികൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ ഒരു ജേണൽ രൂപത്തിൽ ദിവസവും എഴുതി വയ്ക്കുക. ഇത് നിങ്ങളെ ശരിയായ ഉത്തരത്തിലേക്ക് വേഗം എത്താൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ നമ്മുടെ 21 ഡേ ചലഞ്ചിൽ പുതിയൊരു ശീലം കൂടി ആഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ, ജേണലിംഗ്. ഡെയിലി 1 മിനിറ്റ് ജേണലിംഗ് എന്ന ശീലം കൂടി നമ്മുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെച്ചോളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ കേട്ടുമുട്ടും വരെ ദിസ് ഇസ് മഞ്ജുഷ സൈനിങ് ഓഫ്.